ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ താരയെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് കല്യാണി ആൻറ്റി. അവൾ ഇത്തിരി സ്നേഹം കാണിച്ചു എന്ന് കരുതി ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകാൻ നിൽക്കരുത്. അവളുടെ സ്വഭാവം ആൻറ്റിക്ക് അറിയില്ല, എന്നാൽ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. കണ്ണുടച്ച് ചിരിച്ചു കാണിച്ച് എന്തും ചെയ്യാൻ മടിക്കാത്തവരാ അവിടെയുള്ളവരെല്ലാം. അതുകൊണ്ട് സൂക്ഷിക്കണം കേട്ടല്ലോ. ശരി മോളെ എന്നും ആംഗ്യ ഭാഷയിൽ താര പറയുക. ഈ സമയം കിരണം, ആൻറ്റി എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ നിന്ന് ഉണ്ടായാൽ ആൻറ്റി ഉടനെ ഞങ്ങളെ അറിയിക്കണം കേട്ടല്ലോ. ഇനിയിപ്പോൾ അങ്ങോട്ട് വരികയാണെങ്കിലും ഇവിടെ വന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ഇല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ സംഭവിച്ചാലും ഞങ്ങൾ അറിയില്ല. വിഷവിത്തുകളാണ് അപ്പുറത്തുള്ളത്, വിഷവിത്തുകൾ. അറിയാം മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താര ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയമാണെങ്കിൽ സരയു ജനലിൽ കൂടെ നോക്കുക, അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ പോയിട്ട് വരട്ടെ എന്നും താര ചോദിക്കുക. പോയിട്ട് വാ ആൻറ്റി, സന്തോഷത്തോടെ പോയിട്ട് വാ എന്നും പറഞ്ഞ് കല്യാണിയൊക്കെ പറഞ്ഞു വിടുക. ഈ സമയം സരയുവിനോട് മനോഹർ, എന്താ മോളോ? ഏയ് ഒന്നുമില്ല മനുവേട്ടാ എന്നും പറഞ്ഞ് സരയു ആകെ അപ്സെറ്റായിട്ട് അങ്ങോട്ട് മാറുക. അപ്പം മനോഹർ ജനലിൽ കൂടെ നോക്കുവാണ്. എന്തായിരിക്കും? ഓ, ഈ അവതാരം അവിടെ അവതരിച്ചു അല്ലേ മോളെ? അത് കേട്ടതും ആ മനുവേട്ടാ, ഞാൻ അവരെയാ നോക്കിയത്. അല്ല മോളോ, എന്താ മോളുടെ മുഖത്തൊരു വിഷമം? ഇല്ല, അവരവിടെ മാത്രമല്ല ഇവിടെയും വന്നായിരുന്നു. എന്നിട്ട് കുഞ്ഞിനെ കുറച്ചു നേരം കളിപ്പിച്ചിട്ടാണ് പോയത്. അത് കേട്ടതും മനോഹർ ഞെട്ടി. മോള് അവരുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തു മനുവേട്ടാ. അവർ വന്നാൽ എതിർപ്പൊന്നും കാണിക്കരുതെന്ന് മനുവേട്ടനല്ലേ പറഞ്ഞത്. അപ്പം പിന്നെ ഞാൻ കുഞ്ഞിനെ കൊടുക്കാതിരിക്കുന്നത് എങ്ങനെയാ? എൻ്റെ മനുവേട്ടൻ എന്ത് പറഞ്ഞാലും ഞാനത് അനുസരിക്കും മനുവേട്ടാ. അതുകൊണ്ട് കുഞ്ഞിനെ ചോദിച്ചപ്പോൾ ഞാൻ അങ്ങ് അവരുടെ കയ്യിലേക്ക് കൊടുത്തു. എനിക്കൊരു സങ്കടവും ഇല്ല മനുവേട്ടാ. അവർ എൻ്റെ കുഞ്ഞിനെ കൊല്ലാനൊന്നും അല്ലല്ലോ, ഇത്തിരി നേരം കളിപ്പിക്കാനല്ലേ വരുന്നേ. അത് അത്ര വലിയ തെറ്റൊന്നും അല്ലല്ലോ മനുവേട്ടാ. അവർ കണ്ടോട്ടെ, കുഞ്ഞിനെ കളിപ്പിച്ചിട്ട് പോയിക്കോട്ടെ, എനിക്കതിലൊരു സങ്കടവും ഇല്ല. ഇനിയിപ്പോൾ ദുഷ്ട മനസ്സൊന്നും വെച്ച് നടന്നിട്ട് കാര്യമില്ല. ഏത് നേരവും മറ്റുള്ളവരെ ഇല്ലാതാക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടും കാര്യമില്ല. ഇനിയിപ്പോൾ ഇങ്ങനെയുള്ളവരെയൊക്കെ സ്നേഹിക്കുകയല്ലാതെ വേറെ വഴിയില്ല മനുവേട്ടാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുക. അപ്പോൾ മനോഹർ, മോളുടെ തീരുമാനം എന്തായാലും നന്നായി മോളെ. മോളുടെ അച്ഛനും അമ്മയും പറയുന്നത് ആ ചന്ദ്രസേനനാണ് ആ താരയെ ചതിച്ചതെന്ന, എന്നാൽ അവർ പറയുന്നത് മോളുടെ അച്ഛനാണ് അങ്ങനെ ചെയ്തതെന്ന. അത് കേട്ടതും സരയും ഞെട്ടി. ഇനിയിപ്പോൾ ആര് പറയുന്നത് വിശ്വസിക്കുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അതുകൊണ്ട് അവരെ അങ്ങനെ വെറുപ്പിക്കുകയൊന്നും വേണ്ട മോളെ. പാവ സ്ത്രീയ, എന്തെങ്കിലും ചെയ്ത് കുഞ്ഞിനെ കാണുന്നെങ്കിൽ കണ്ടോട്ടെ, അല്ലാതെ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങോട്ടല്ലേ ആഗ്രഹത്തോടെ വരുന്നേ, അപ്പുറത്തേക്ക് പോയി അവളുടെ കുഞ്ഞിനെ കാണുന്നില്ലല്ലോ, അത് നമുക്കൊരു വിജയമാണ് എന്നും മനോഹർ. അത് ശരിയാ മനുവേട്ടാ, അത് ശരിയാ എന്നും പറഞ്ഞുകൊണ്ട് സരയും ഇങ്ങനെ ആലോചിക്കണം. കണ്ടുപിടിക്കണം, എൻ്റെ അച്ഛൻ തന്നെയാണോ ആ സ്ത്രീയെ ചതിച്ചതെന്ന് എനിക്ക് കണ്ടുപിടിച്ചേ മതിയാകൂ എന്നും ആലോചിച്ചുകൊണ്ട് സരയും ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശനെയാണ്. മണിയറയൊക്കെ ഒരുക്കി മണിയറയുടെ ഉള്ളിലിരുന്ന് ഭയങ്കരമായിട്ട് പാട്ടൊക്കെ പാടി ഇങ്ങനെ ആസ്വദിക്കുക. അപ്പോഴേക്കും കാർത്തികയും മൂങ്ങയും വന്നു. മൂങ്ങ വന്നതും എന്താടാ മോനെ, മണിയറയൊക്കെ ഒരുക്കി സന്തോഷത്തോടെ നിൽക്കുവാണോ? പിന്നെ അല്ലാതെ എനിക്ക് സന്തോഷിക്കാതിരിക്കാൻ പറ്റുമോ അമ്മേ? നാളെ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച സഭയാണ് എൻ്റെ ലക്ഷ്മിയെ ഞാൻ കാണാൻ പോകുന്ന സമയം. അപ്പോൾ കാർത്തിക, ഇത് അച്ഛൻ്റെ 3ാമത്തെ കല്യാണം, എൻ്റെ അമ്മയുടെ 2ാമത്തെയും. അതുകൊണ്ട് വലിയ ഒരുക്കങ്ങളൊന്നും വേണ്ടെന്ന് അമ്മ പറഞ്ഞത്. അമ്മ മണവാട്ടിയായിട്ടൊന്നും വരില്ല. അത് കേട്ടതും, അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത്? മോളുടെ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞാലും നമുക്കൊരു ഇതുണ്ടല്ലോ, അതനുസരിച്ച് മോളുടെ അമ്മ ഒരുങ്ങിയിട്ട് വരണം. ഇത് ഞങ്ങളുടെ ഒരു വാശിയാണ് എന്നൊക്കെ പറയാം. അത് കേട്ടതും, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ എൻ്റെ മരുമോളിങ്ങ് വന്നു കഴിയുമ്പോൾ ഞാൻ ലക്ഷ്മിയുടെ മുഖത്ത് നോക്കി 2-3 വർത്താനം പറയും. ഇത്രയും നാളും ഞങ്ങളെ കാണാതെ മാറി നടന്നതിന് എന്നിട്ടേ ഞാൻ അകത്തേക്ക് വിടൂ. അതൊക്കെ മുത്തശ്ശിയുടെ ഇഷ്ടം. ഇനി വരുന്നതേ മുത്തശ്ശിയുടെ മരുമകളാ. അപ്പം പിന്നെ മുത്തശ്ശിക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ. അത് ശരിയാ, എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി മോളെ. അങ്ങനെ കാർത്തിക് പോയി. എടാ കേട്ടല്ലോ, ഈ വരുന്ന പെണ്ണിനെയെങ്കിലും പൊന്നുപോലെ നോക്കിക്കോണം. അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീര് പോലും വരാൻ പാടില്ല. ഇതൊക്കെ നിന്റെ കയ്യിലാണ് പ്രകാശ. അമ്മ നോക്കിക്കോ, ഞാൻ ലക്ഷ്മിയെ നോക്കാൻ പോകുന്നത് മഹാലക്ഷ്മിയെ പോലെ ആയിരിക്കും. അവളെ ഞാൻ എന്നും പൂവിട്ട് പൂജിക്കും. അവൾ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായിരിക്കും. അയ്യാടാ, അതൊന്നും വേണ്ട. ഭർത്താവെന്ന സ്ഥാനത്ത് തലയെടുപ്പോടുകൂടെ തന്നെ നിൽക്കണം. അല്ലാതെ ഒരു പെണ്ണിൻ്റെ കാലിൻ്റെ ഒട്ടി പോയി കിടക്കാനൊന്നും ഞാൻ നിന്നോട് പറയില്ല. നീ എന്താ വിചാരിച്ചേ? അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരരുതെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നിന്നോട് അവളുടെ കാലിൻ്റെ ഒട്ടിപ്പോയി കിടക്കാനാണോ? മര്യാദയ്ക്ക് ഒരു ഭർത്താവിൻ്റെ തലയെടുപ്പോടുകൂടി തന്നെ അവളുടെ മുന്നിൽ നിൽക്കണം. എന്നിട്ട് അവളോട് സ്നേഹം കാണിക്കണം. അതാണ് യഥാർത്ഥ സ്നേഹം, മനസ്സിലായോ? അല്ലാതെ എന്നും താഴ്ന്നും അയ്യോ എൻ്റെ മോളെ എന്നും പറഞ്ഞുകൊണ്ട് അവക്കടെ പിന്നാലെ നടത്താ അതൊരിക്കലും ആണത്വമാവില്ല. മനസ്സിലായല്ലോ? അത് കേട്ടതും മനസ്സിലായമ്മേ, എല്ലാം മനസ്സിലായി. അമ്മ പറഞ്ഞത് മുഴുവനും മനസ്സിലായി.
എന്തായാലും ഞാൻ അതുപോലെയൊക്കെ തന്നെ ചെയ്യാൻ തീരുമാനിച്ചു. അമ്മ നോക്കിക്കോ, ലക്ഷ്മിയെ ഞാൻ പൊന്നുപോലെ ഞാൻ ലക്ഷ്മിയെ സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്ന് അമ്മ കണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം ലക്ഷ്മിയാണ് കാണിക്കുന്നത്. ആ വാ മോളെ, എന്താ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? മണിയറ ഒരുക്കിയിട്ടിരിക്കുവോ രണ്ടെണ്ണം? ഒരുക്കി കാത്തിരിക്കട്ടെ, നാളത്തെ ആദ്യരാത്രി ആഘോഷിക്കാൻ. എന്തായാലും നാളത്തെ ആദ്യരാത്രി ആഘോഷം എന്തായി തീരുമെന്ന് നമുക്ക് അറിയാലോ അമ്മേ. അതെ, എല്ലാം അറിയണം. അവനെ ഒരു പാഠം പഠിപ്പിക്കണം. ഒരിക്കലും അവന് സമാധാനം കൊടുക്കരുത്. സമാധാനം എന്താണെന്നറിയാതെ അവനിരുന്ന് ഉരുകണം. അത്രയ്ക്ക് വേദനിപ്പിച്ചിട്ടുണ്ട് അവനെല്ലാവരെയും. പക്ഷെ അമ്മ സൂക്ഷിക്കണം. അമ്മ മാത്രമല്ല, എനിക്കും നല്ല പേടിയുണ്ട്. അവൻ്റെ മകൻ, എൻ്റെ ആങ്ങളെ എന്ന് പറയുന്നവൻ പക്ക ക്രിമിനലാ. കഞ്ചാവും മയക്കമരുന്നും അടിക്കുന്നവരുടെ കൂടെയാ അവൻ്റെ കൂട്ടുകെട്ട്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഇത്തിരി സൂക്ഷിച്ചേ മതിയാവും. എന്തൊക്കെ പറഞ്ഞാലും അവൻ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ സൂക്ഷിക്കണം. ആ മോളെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മളെന്തിനാ പേടിക്കുന്നേ? അതിനേക്കാളും വലിയ കാര്യങ്ങളൊക്കെ മറികടന്നെത്തിയതല്ലേ നമ്മൾ. അങ്ങനെയുള്ളപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ധൈര്യമായിട്ടിരിക്കുക, സമാധാനത്തിലിരിക്കുക. നമ്മൾ ഏത് രീതിയിലൂടെ കടന്നു പോയെന്ന് നമുക്കറിയാമല്ലോ. നമുക്കറിയാമേ. പക്ഷെ കിരണും കല്യാണിക്കും അത് അറിയില്ലല്ലോ. അതുകൊണ്ട് കിരണും കല്യാണി നമ്മളെ ഇങ്ങനെ ഉപദേശിക്കുന്നേ. അവരും എല്ലാ സത്യങ്ങളും അറിയണം. അതൊക്കെ അറിയാം. ഇപ്രാവശ്യത്തെ കല്യാണം എങ്ങനെയൊക്കെ നടത്താൻ പോകുന്നത് നമുക്കറിയോ? ഭയങ്കര ആർഭാടമാണ്. കല്യാണ മണ്ഡപത്തിൽ വെച്ചാണ് താലി കെട്ടുന്നത്. പിന്നെ ഫുഡും ഒരുപാട് ഉണ്ടാക്കി ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കേട്ടതും ആ ഫുഡെല്ലാം കഴിക്കേണ്ടത് നമ്മളായിരിക്കണം മോളെ. എന്നിട്ട് ആ ഫുഡ് കഴിക്കാൻ ബാക്കിയുള്ളവരും വരണം. കല്യാണിയും കിരണും കാദംബരിയും ഒക്കെ ആ ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ച് അച്ഛനും മോനും തെരുവിലേക്ക് ഇറങ്ങുന്നത് നമുക്ക് കാണണം. അതായിരിക്കും അവർക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ തിരിച്ചടി. ആ ഒരു തിരിച്ചടി ജീവിതകാലം മുഴുവനും അവർ മറക്കരുത്. അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഞാനിനി ഓരോന്ന് ചെയ്യാൻ പോകുന്നത്. എന്തായാലും എനിക്കിനി സന്തോഷത്തിൻ്റെ നാളുകളായിരിക്കും. അവനോടുള്ള പ്രതികാരം തീർത്ത് ഞാൻ സന്തോഷമായിട്ട് ജീവിക്കും എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഭയങ്കര ത്രില്ലിൽ നിൽക്കുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ കാർത്തിക അമ്മേ ദേ പിന്നെ കാദംബരി ചേച്ചിയോടും വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കാദംബരി ചേച്ചി ഇപ്പോൾ പ്രസവത്തോട് എടുക്കുന്നതുകൊണ്ട് ഭയങ്കര അസ്വസ്ഥതയൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. അങ്ങനെയുള്ളപ്പോൾ കാദംബരി ചേച്ചിക്ക് ഇത്തിരി വിഷമമുണ്ടെങ്കിലും ആ കല്യാണം കാണണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കാദംബരി ചേച്ചി ചിലപ്പോൾ വരുമായിരിക്കും അല്ലേ അമ്മേ? വരട്ടെ, എല്ലാവരും വരട്ടെ. അവൻ്റെ മക്കളും എല്ലാം അവന് ചുറ്റും ഉണ്ടാവണം. അവന് ആശ്വാസമായിട്ടല്ല, അവനെ തകർക്കാനായിട്ട്. അത്രയ്ക്ക് പെൺമക്കളെ വെറുത്തവനാ, അത്രയ്ക്ക് പെൺമക്കളെ ദ്രോഹിച്ചവനാ. അങ്ങനെയുള്ളപ്പോൾ കല്യാണിയാണ് അവൻ ഏറ്റവും കൂടുതൽ മറുപടി കൊടുക്കേണ്ടത്. കല്യാണിയെ വേദനിപ്പിച്ചതിനും ഉപദ്രവിച്ചവനും എത്ര കണക്ക് തീർത്താലും മതിയാകില്ല മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ ഭയങ്കര ത്രില്ലിൽ നിൽക്കുക. എന്നാലും അമ്മ കാഴ്ച ഒന്ന് കാണണം. അവനെ അണിഞ്ഞൊരുങ്ങി ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്നേ. മണിയറ ഒരുക്കി ഞാൻ വന്ന് നോക്കിയപ്പോൾ മണിയറയിലെ കട്ടിലയിലിരുന്ന് ഭയങ്കര സന്തോഷത്തോടെ പാട്ട് പാടുന്നു. അമ്മയെ പൊന്നുപോലെ നോക്കും. അമ്മയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കടന്നീര് വരാൻ ഇടയാക്കില്ല. അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചതാണെന്നും പറഞ്ഞുകൊണ്ട് അവൻ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെ വല്ലാത്ത കഷ്ടം തന്നെയാ എന്നൊക്കെ പറയണം. സന്തോഷിക്കട്ടെ മോളെ, സന്തോഷിക്കട്ടെ. അവൻ്റെ സന്തോഷം അവസാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നാളെ അവൻ കരയും. നടു റോട്ടിൽ ഹൃദയം പൊട്ടി മരിച്ചാലും എനിക്ക് സങ്കടമില്ല. അത്രയ്ക്ക് എനിക്ക് സങ്കടമുണ്ട്. കാരണം എൻ്റെ മോളെ ഓടയിലിട്ടിട്ട് എന്നെ ഉപേക്ഷിച്ചവൻ പോയതാ. അതിനുശേഷം ദീപയെ കല്യാണം കഴിച്ച് കല്യാണി എന്ന കുട്ടി ജനിച്ചു, കാദംബരി എന്ന കുട്ടി ജനിച്ചു. കാദംബരിക്ക് അത്ര ബുദ്ധിമുട്ടുകൾ ഒന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. എന്നാ അനുഭവിച്ചത് മുഴുവനും കല്യാണിയാ. നീയും കല്യാണിയൊക്കെ ഒരേ റൂട്ടിലൂടെ സഞ്ചരിച്ചതാ. സത്യം പറഞ്ഞ നിന്നെ അയാൾ ഓടയിലിട്ടുകൊണ്ട് പോയെന്നേ ഉള്ളൂ. എന്നാൽ ആ കല്യാണിയെ കൊല്ലാതെ കൊല്ല കൊന്നിട്ടാ അയാൾ അത്രയും നാൾ ഓരോന്ന് ചെയ്തു കൂട്ടിയത്. അതിനൊക്കെയുള്ള തിരിച്ചടി കൊടുത്തല്ലേ മോളെ പറ്റൂ. കൊടുക്കണം അമ്മേ, കൊടുക്കണം. ഓരോന്നോരോന്നായിട്ട് അവൻ്റെ ഹൃദയം പൊട്ടുന്ന വേദനയോടെയാണ് അവൻ പോകേണ്ടത്. കാശ് ഒരുപാട് പൊടി പൊടിച്ചിട്ടുണ്ട്. രാജപ്പൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് കടവും മേടിച്ചിട്ടുണ്ട്. എല്ലാം കൂടെ അയാൾ എങ്ങനെ കൊടുത്തു തീർക്കുമെന്നാ എനിക്കറിയാൻ പാടില്ലാത്തത്. തീർക്കണ്ട മോളെ. കൊടുത്തു തീർക്കുന്നതിന് മുമ്പ് അവൻ ചത്തോളും. ഇല്ലെങ്കിൽ അവൻ്റെ കൂമ്പിടിച്ച് കലക്കി ആ രാജപ്പൻ തന്നെ അവനെ കൊന്നോളും. എന്തായാലും നമുക്കിനി സന്തോഷത്തിൻ്റെ നാളുകളാണ്. നാളത്തോടെ ഈ കഥയുടെ ക്ലൈമാക്സാ എന്നും നമ്മുടെ കാർത്തികയും ലക്ഷ്മിയും സംസാരിക്കുകയാണ്. ഇതേ സമയം ദീപയാണ് കാണിക്കുന്നത്. അവർ ടേബിളൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ദീപയ്ക്ക് ഫോൺ വരിക. ഫോൺ വന്നതും ദീപ ഫോൺ എടുക്കുക. ഹലോ, ഞാനാടി നിന്റെ മുൻഭർത്താവ് എന്നും. പ്രകാശൻ, എന്ത് വേണം?
അതെ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. നാളെ എൻ്റെ കല്യാണമാ. അപ്പൊ നീ പ്രത്യേകിച്ച് അവിടെ ഉണ്ടാവണം. ഞാൻ എന്തിനാ വരുന്നേ എന്നും ദീപ, നീ അവിടെ ഉണ്ടാവണം. ഞാനൊരു മഹാലക്ഷ്മിയുടെ കഴുത്തില് താലി കെട്ടുന്നത് നീ കാണണം. ഞാൻ കണ്ടില്ലെങ്കിലും അവിടെ കാണാനുള്ളവരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നത്? എടി, ഞാനൊരു മഹാറാണിയുടെ കഴുത്തിൽ താലിയും കെട്ടി ആഡംബര കാറിൽ റോട്ടിലൂടെ പോകുന്നത് അസൂയപ്പെട്ട് നോക്കി നിൽക്കടി. അതിന് വേണ്ടിയാണ് ഞാൻ നിന്നെ വിളിക്കുന്നേ. ഓ പിന്നെ എനിക്ക് അതിൻ്റെ വരേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ അഹങ്കാരം അവസാനിക്കും, അത്രയേ ഉള്ളൂ. അത് കേട്ടതും പിന്നെ അത് മാത്രമല്ല, എൻ്റെ കഴുത്തിൽ ചുറ്റിക്കിടന്ന വലിയൊരു വിഷപ്പാമ്പൂരി പോവുകയാണല്ലോ, അതിൻ്റെ സന്തോഷം എനിക്കുണ്ട്. അത് കേട്ടതും ഓ ശരിയാടി, നീയല്ല, ഞാനല്ല നിന്റെ കഴുത്തിൽ കിടന്നത്, നീയാണ്. നീയും നിന്റെ മോളും ആ കിരണവും ഒക്കെ ആടി എൻ്റെ കഴുത്തിൽ ചുറ്റി കിടന്നത്. അതിൽ നിന്നൊക്കെ എനിക്കൊരു മോചനം കിട്ടാൻ പോവാ. എല്ലാം കൊണ്ടും എനിക്കൊരു സന്തോഷത്തിൻ്റെ നാളുകളാ. കാർത്തിക മോളുടെ അമ്മയും കല്യാണം കഴിച്ച് സുഖമായിട്ട് ഇനിയുള്ള കാലം ജീവിക്കണം. എന്നിട്ട് എന്നെ ദ്രോഹിച്ചവരെയൊക്കെ തകർക്കണം. അതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്നാ താൻ ചെയ്യണോ? ആദ്യം ചെയ്ത് കാണിക്കേ. താനും തൻ്റെ മോനും ഒക്കെ ഒരിക്കലും നന്നാവില്ല, ഒരു കാലത്തും നന്നാവില്ല. അപ്പൊ പ്രകാശനൊന്ന് പരിഹസിച്ചിരിക്കുക. കാരണം താൻ നന്നായില്ലോ. നന്നായി നല്ലൊരു പെണ്ണിനെ കെട്ടി ജീവിക്കാൻ പോവുകയാണല്ലോ. അതൊക്കെ ഓർത്തുകൊണ്ട് ഈ സമയം ദീപ ദേഷ്യം വന്ന് ഫോൺ കട്ട് ചെയ്യുക. ഇതേ സമയം കിരണും കല്യാണി അങ്ങോട്ട് വരിക. നന്നായി അമ്മേ, അയാളോട് ഇങ്ങനെ തന്നെ സംസാരിക്കണം. എൻ്റെ അച്ഛനാണെന്നുള്ളൊരു സ്നേഹം എനിക്ക് അയാളോട് ഉണ്ടായിരുന്നു, എന്നെ ഇപ്പം അത് തീരെയില്ല. പിന്നെ അത് മാത്രമല്ല, അയാളുടെ കല്യാണമല്ലേ നാളെ, ആഘോഷിക്കട്ടെ. ആ കല്യാണം എവിടം വരെ എത്തുമെന്ന് നമുക്ക് മാത്രമല്ലേ അറിയൂ. എന്തോരം അവൻ അഹങ്കാരത്തോടെ ഓരോന്ന് കാണിച്ചു കൂട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അഹങ്കാരം തലയ്ക്ക് പിടിച്ച് എന്തോരം വേണമെങ്കിലും അവൻ ഒരുപാട് തുള്ളിക്കോട്ടെ. ആ തുള്ളലെല്ലാം ഇതോടുകൂടെ അവസാനിക്കും. മോളെ, നിന്റെ ആങ്ങളയുടെ കാര്യം കഷ്ടം. അവനെ ഇനി മേലെ എൻ്റെ ആങ്ങളെന്ന് പറഞ്ഞു പോരുത്. അവനെ എൻ്റെ ആങ്ങളയായിട്ട് പോലും ഞാനിപ്പോൾ കാണുന്നില്ല. എൻ്റെ ആങ്ങളെ അല്ല എന്ന് മാത്രമല്ല, അമ്മയുടെ മോനാണെന്നുള്ള കാര്യം അമ്മ മറന്നേക്കണം. ഇല്ലെങ്കിലേ അവനൊക്കെ തലേ കയറി നിരങ്ങും. പിന്നെ അവനിനി ജീവിതകാലം മുഴുവനും ജയിലില്ല. അത് മാത്രമല്ല, അവന് കഴുമരം കിട്ടിയാലും എനിക്കൊരു പ്രശ്നവുമില്ല. സന്തോഷിക്കും ഞാൻ. ഈ ഭൂമിക്ക് ഭാരമായ ഒരുത്തൻ എന്നേക്കുമായി പോയി എന്ന് കരുതി ഞാൻ ഭയങ്കര സന്തോഷിക്കും. അത് കേട്ടത് ദീപ ഒരുപാട് അഹങ്കാരത്തില്ല മോളെ. കല്യാണം നടക്കാൻ പോകുന്നെന്നും പറഞ്ഞ് എന്തൊക്കെ അഹങ്കാരത്തോടെ അവൻ എന്നോട് സംസാരിച്ചോട്ടെ അമ്മേ. ഈ അഹങ്കാരമൊക്കെ നാളെ എന്താവുമെന്ന് നമുക്കല്ലേ അറിയൂ. അച്ഛനും മോനും താഴെയൊന്നും അല്ല നിൽക്കുന്നത്. ഇന്ന് ഞാൻ അവനെ ഹോട്ടലിൽ വെച്ച് കണ്ടപ്പോൾ എന്നോട് എന്തൊക്കെ വർത്താനവും പറഞ്ഞത്. അതെല്ലാം കേട്ട് എനിക്ക് ചൊറിഞ്ഞു കയറിയതാ. പിന്നെ ഒന്നും മിണ്ടാതെ വന്നത് നാളെ നടക്കാനുള്ളത് ലൈവായിട്ട് കാണാലോ എന്ന് വിചാരിച്ചിട്ടാ. എന്തായാലും ഇനി അവന് കിട്ടാൻ പോകുന്നത് നിസ്സാര തിരിച്ചടിയൊന്നും ആയിരിക്കില്ല. രാജപ്പൻ്റെ കയ്യിൽ നിന്ന് ലക്ഷങ്ങളാണ് മേടിച്ചു കൂട്ടിയിരിക്കുന്നത്. രാജപ്പൻ തന്നെ അയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിക്കോളും. അച്ഛനും മോനും അമ്മയും കൂടെ ചേർന്ന് ഇനി ഉറപ്പായിട്ടും തേണ്ടേണ്ടി വരും തെരുവ് എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ അങ്ങോട്ട് പോവുക. ഈ സമയം ദീപയും ആലോചിക്കണം, അതെ, അയാൾക്കുടെ അഹങ്കാരം അവസാനിക്കണം. അതിന് ഇതുപോലുള്ള തിരിച്ചടികൾ അയാൾക്ക് എന്തായാലും കിട്ടിയേ പറ്റൂ എന്നൊക്കെ. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശനെയാണ്. എടാ മോനെ, എങ്ങനെയുണ്ടോ, ഇഷ്ടപ്പെട്ടോ? ഒരുപാട് സൂപ്പറായിട്ടുണ്ടമ്മേ. ഞാനല്ലേ മേടിച്ചത്? നീയാ മേടിച്ചത്. പക്ഷെ എനിക്കൊരാഗ്രഹം ഉണ്ടടാ. എന്താ അമ്മേ? അതെനിക്ക് വലിയ കമ്മലും ഒരു നെക്ലസും ഒരു വലിയ മാലയും പിന്നെ 2 വളയൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് നടക്കണമെന്ന്. അതിനെന്താ അമ്മേ? അമ്മയ്ക്ക് ഞാൻ സ്വർണത്തിൻ്റെ അരഞ്ഞാണം മേടിച്ചു തരും. അയ്യേ, അരഞ്ഞാണം ഇട്ടുകൊണ്ടിരുന്ന ആരാടാ കാണുന്നേ? എനിക്ക് ഞാൻ പറഞ്ഞത് മേടിച്ചു തന്നാൽ മതി. ശരി, മേടിച്ചു തരാം. എൻ്റെ അമ്മയ്ക്ക് എല്ലാം മേടിച്ചു തരാം. ലക്ഷ്മി ഒന്നിങ്ങ് വന്നോട്ടെ എന്നും പ്രകാശൻ. മതിയടാ, എനിക്ക് ഇത്രയും കേട്ടാൽ മതി. അപ്പോഴേക്ക് വിക്രമം ബാലണ്ണനും വരിക. എല്ലാം വാങ്ങിച്ചോടാ മോനെ, എല്ലാം വാങ്ങിച്ചു. ഇനി കല്യാണം മാത്രം കഴിഞ്ഞാൽ മതി എന്നും ബാലണ്ണൻ. അത് കേട്ടതും അത് ശരിയാ സാറേ, ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ സാറേ? എന്ത് കുഴപ്പം? അതെ, സാറിനെ സാറേ എന്ന് വിളിക്കണമെന്ന് മോനാ പറഞ്ഞത്. അതിനെന്താണോ ഒരു തെറ്റ്? ഒരു വകയ്ക്കില്ലാത്ത തന്നെ ഇത്രയും നിലയിലെത്തിച്ചത് ഞങ്ങളല്ലേ. അപ്പം പിന്നെ സാറേ എന്ന് വിളിച്ചാൽ മതി. എടാ പ്രകാശം, നീ അങ്ങനെ പറയരുത്. അതെന്താ ഞാൻ അങ്ങനെ പറഞ്ഞാൽ? താനിപ്പം ഞങ്ങളുടെ അടുത്ത് ശമ്പളം മേടിക്കുന്ന ആളാ. ഞങ്ങളതെൻ്റെ മുതലാളി. അപ്പം പിന്നെ ഞങ്ങൾ പറയുന്ന വേണം കേൾക്കാൻ. അത് കേട്ടതും അത് പിന്നെ അല്ല, ഞാനൊരു കാര്യം. വേണ്ട, കൂടുതലൊന്നും സംസാരിക്കണ്ട. അച്ഛാ, ഞാൻ ഇന്ന് റെസ്റ്റോറൻറ്റിൽ കയറിയപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വരുക. അതെ, തൊഴിലാളിയുടെ സ്ഥാനത്തിരുന്നാൽ മതി, മുതലാളി ആകണ്ട. മനസ്സിലായല്ലോ? ഉവ്വ് സാറേ, മനസ്സിലായി. പിന്നെ പ്രകാശൻ സാറേ,
ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രകാശൻ സാർ അമേരിക്കയ്ക്ക് പോകുമല്ലേ? ആ അമേരിക്കയ്ക്ക് പോകും. അത് കേട്ടതും നമ്മുടെ ബാലണ്ണൻ അമേരിക്കയിലേക്ക് പോകും, ഇവൻ്റെ അമ്മ ഇരിക്കുന്നിടത്ത്. ഓ, അമ്മ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കോ. താൻ എന്താടാ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല പ്രകാശൻ സാറേ. എന്നാ എൻ്റെ കൂടെ എൻ്റെ താഴ്ചയിൽ ജോലി ചെയ്യുന്ന നീ ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി, മനസ്സിലായല്ലോ? എടാ പ്രകാശ, കുറച്ചു കാലം നീ എന്നോടൊപ്പം എൻ്റെ വർക്ക്ഷോപ്പിലല്ലേടാ ജോലി ചെയ്തത്. അത് കേട്ടതും എന്നിട്ട് നിങ്ങൾ എനിക്ക് സമാധാനം തന്നിട്ടുണ്ടോ? സ്വൈര്യം തന്നിട്ടുണ്ടോ? എപ്പോഴും ഓരോന്ന് പറയല്ലേ. കൂടാതെ നിങ്ങൾ എനിക്ക് തന്നുകൊണ്ടിരുന്നത് നക്കാപ്പിച്ച കാശും. അത് മാത്രമല്ല, ആ കല്യാണിയെക്കുറിച്ചുള്ള ഏത് നേരമുള്ള പുകഴ്ത്തലും. മര്യാദയ്ക്ക് പോയിക്കോ, നാളെ രാവിലെ ഇങ്ങ് വന്നാൽ മതി, ചായ കുടിച്ചിട്ട് പോവാല. വേണ്ട വേണ്ട, ചായ ഒന്നും കൊടുക്കണ്ട, ബാലൻ പുറത്തു പോയി കുടിച്ചോളും എന്നും പറഞ്ഞു വിടുക. ഈ ചെറ്റകളുടെ അഹങ്കാരം നാളത്തോടെ അവസാനിക്കും. എൻ്റെ ഈശ്വര, ആ കാർത്തിക മോൾക്കും ലക്ഷ്മിക്കും കല്യാണിക്കും ഒക്കെ നല്ലത് വരണേ എന്നും പറഞ്ഞ് ബാലണ്ണം പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങ് പോവുക. അതെ, ആ കല്യാണിയെ ചേർത്ത് പിടിച്ചോണ്ട് ഇയാൾ എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ട്, അതെനിക്ക് മനസ്സിലായി. അത് കേട്ടതും അങ്ങനെയാണെങ്കിൽ ഇവനെ ഉടനെ പുറത്താക്കണം മോനെ. അതൊക്കെ നമുക്ക് ചെയ്യാം, കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ അച്ഛാ എന്നും പറഞ്ഞ് വിക്രം. ഈ സമയം അവരിങ്ങനെ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.